നമസ്കാരം, എല്ലാവർക്കും 777 ജാക്സൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. അതാ ഞാൻ പറഞ്ഞ ഭൂമിയുടെ അറ്റത്ത് എത്തിണ്ടത്. ആകാശമൊക്കെ മുട്ടാനായി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 150ഓളം ഏക്കറിൽ വിസ്തൃതമായി വ്യാപിച്ചു കിടക്കുന്ന ലിമോയിൻ പോയിന്റ് കൺസർവേഷൻ ഏരിയയിലേക്കാണ് ഇന്നത്തെ യാത്ര. ലേക്ക് ഒണ്ടാരിയയുടെയും കോളിൻസ് ബേയുടെയും തീരത്ത് വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. വാലിന്റെ മുകളിൽ ഇല കുടുങ്ങിട്ടേ അണ്ണന്മാർ ഇത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള അണ്ണന്മാരുടെ കഥകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് അടുത്ത് വരുന്ന അണ്ണന്മാര്. അവിടെ നടന്നു പോകുമ്പോ തന്നെ കൂടെ നടക്കാണ്. എവിടെ നിന്നൊക്കെയാ ചാടി വരണതെന്ന് പോലും അറിയണ്ട. നമ്മുടെ നാട്ടിലെ കൊരങ്ങന്മാരൊക്കെ ചാടി വരില്ലേ, അതുപോലെ പൊതിയും വന്നിട്ട്. ഇനി ഇവിടെയുള്ള വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ മാനുകളുണ്ട്, കുറുക്കന്മാരുണ്ട്, പിന്നെ ദേ സ്ക്യൂറൽസ്. പിന്നെ കരടിയെ കാണാറില്ലേ എന്ന ചോദ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഒണ്ടാരിയുടെ നോർത്തേൺ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് ബെയർസും പിന്നെ പോളാർ ബെയർസൊക്കെ. സ്പ്രിങ് തുടങ്ങി കഴിയുമ്പോൾ ഇവന്മാരൊക്കെ പുറത്തിറങ്ങാറുണ്ട്. രണ്ട് പാത്തിന് നമുക്ക് വെള്ളത്തിന്റെ സ്ഥലത്ത് പാത്താണ്, നമുക്ക് ഉള്ളിലേക്കുള്ള പാത്തിക്കാണ് പോകണ്ടേ. നമുക്ക് തന്നെ പോയിട്ട് അതാണ് അങ്ങോട്ട് പോവാം. ലേക്കിനരികെയുള്ള കാട്ടുപാതയാണിത്. ഇത് എവിടെ ചെന്ന് എത്തുന്നറിയില്ല. ഞങ്ങളിന്നെല്ലാവരും കൂടി സൈക്കിളിൽ ഈ കാട്ടുപാത തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രസമാണ് ഇതുവഴി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാനഡയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അൺപ്രഡിക്റ്റബിൾ ആണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒണ്ടാരിയോയിൽ കണ്ടുവരുന്നത് ശൈത്യകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു മഴ ലഭിക്കും. അത് കഴിയുമ്പോഴേക്കും സ്പ്രിംഗ് സീസണായി. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ഈ സ്പ്രിംഗ് ആയിരിക്കും. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത അപ്പുറം ഫ്ലവേഴ്സും അതിനനുസരിച്ചുള്ള ഭംഗിയായിരിക്കും കാനഡയ്ക്ക് ആ സമയത്ത്. പിന്നീട് അങ്ങോട്ട് നല്ല സമ്മറായിരിക്കും, നല്ല കനത്ത വെയിൽ ഉണ്ടെന്ന് തന്നെ പറയാം. നല്ല ചൂടുണ്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇലകളെല്ലാം പൊഴിഞ്ഞ് വീണ്ടും നമ്മൾ ശൈത്യത്തിലേക്ക് വരികയാണ്.
ഇന്ന് നമ്മൾ ലെമണൈൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ കൺസർവേഷൻ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. അതൊരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് അല്ലെ, ഒരു കൺസർവേഷൻ പാർക്കാണ്. പ്രത്യേകമായിട്ടും മാനുകളാണ് ഇവിടെ അവര് കൺസർവേറ്റീവ് ഏരിയയിൽ ഉള്ള ഒരു മൃഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് കാട്ടുവഴിയാണെങ്കിലും ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സൈക്കിളാണ്. അപ്പോൾ ഇന്ന് കുടുംബം മൊത്തം ഒരു സൈക്കിൾ റാലി അല്ലെ, സൈക്കിൾ റാലി ആയിട്ടാണ്. നടക്കാൻ കുറെ ദൂരം ഉണ്ട്, സൈക്കിളോട്ട് നല്ലത് ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉണ്ട് അതിന്റെ ഉള്ളിൽ. അപ്പൊ അതിന് നല്ലത് നടക്കുന്നതൊക്കെ നല്ലത് സൈക്കിളാണ് നമുക്ക് പോയി വരാൻ. ഇപ്പൊ നമ്മുടെ കാടിന്റെ ഉള്ളിലൂടെ ഒക്കെ നടന്നു വരുന്നുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേയധികം പക്ഷികളുടെ ഒക്കെ സൗണ്ടൊക്കെ കേട്ട് കുറേയധികം വൃക്ഷങ്ങളൊക്കെ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും കുട്ടികൾക്കൊക്കെ കാടിനുള്ളിലൂടെയുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യുന്നത് നടക്കുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഇനി നമുക്കിനി ഇവിടെ എന്താണുള്ളത് നോക്കാം. I want to see what's going on, man. ഇവിടെ ഒരു മഴ വീണെടുക്കണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, തിരിച്ചു പോവാം. ഇവിടെ ആൾക്കാര് വന്നിട്ട് നല്ല വെട്ടി കൊണ്ടുപോകാൻ തോന്നുന്നില്ലേ ചേട്ടാ? ഇവിടെ പോരാനാണ്. നമ്മൾ മലയാളികൾ ഒരു സ്ഥലം കണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓ അടിപൊളി വൈബാട്ടോ എന്ന് പറയും. സാധാരണ ഒരു ന്യൂ ജനറേഷൻ അത്രയെങ്കിലും പറയും. ഇതൊക്കെ കണ്ടാൽ പിന്നെ അങ്ങനെ തന്നെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. ഓരോ ദിവസവും ജീവിതത്തിലെ ഓരോ ഏടുകൾ പോലെയാണ്. സാഹിത്യം പറഞ്ഞൊന്നുമല്ല, ആ ഒരു ദിവസം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് നമ്മുടെ ബെസ്റ്റ് വേർഷൻ ഓഫ് ലൈഫ് നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് യാത്രയാണെങ്കിൽ യാത്ര. ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഉദ്ദേശമൊന്നുമില്ല. ആരുടെയെങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരി വിടരുക, അല്ലെങ്കിൽ ഒരു സന്തോഷം അവർക്ക് കൊടുക്കുക. അത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മാപ്പ് നോക്കിയപ്പോൾ വലിച്ചിട്ട് നടന്നത്. നേരത്തെ പറഞ്ഞ പോലെ 150 ഏക്കറിൽ വിസ്തൃതമായിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ഏരിയയാണിത്. പല വഴികളിലൂടെ ഇതിലേക്ക് സഞ്ചരിക്കാൻ പറ്റും. ഡോഗ്സൊക്കെ ആയിട്ട് കുറേ പേര് നടക്കുന്നത് കാണാം. ഈവനിങ് ആയിട്ട് മോർണിംഗിലൊക്കെ കുറേ പേര് ഇതുവഴി നടക്കുന്നുണ്ട്. സൈക്ലിങ്ങിനായിട്ടുള്ള പാത്തും വേറെയുണ്ട്. ഏത് യാത്രയിലായാലെങ്കിലും അതിൻ്റേതായ കഷ്ടപ്പാടുകളുണ്ടായിരിക്കും. തയ്യാറെടുപ്പുകളായാലും ഉടനീളം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. നടക്കുന്നതാണെങ്കിലും സൈക്ലിംഗ് ആയാലും അതൊന്നും നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ തന്നെ. പക്ഷേ യാത്രയുടെ അവസാനം ഒരു സന്തോഷം നമുക്കായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കല്ലേ. Homemade biscuits. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയാണ്. പൊട്ടിപ്പോയി. ഹോം മെയ്ഡ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് പറ. ബട്ടർ കുക്കീസ് ആണ്. ബട്ടർ കുക്കീസ് ഇതാണ് ടെക്സ്ചർ. പക്ഷെ പൊട്ടിപ്പോയതുകൊണ്ടാണ്. അടുത്ത പ്രാവശ്യത്തെ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ നമുക്ക് വീഡിയോയിലിടെ. ഓക്കെ, പറഞ്ഞ അങ്ങനെ വേണോ?
but the tip is high. But the tip is high. തിരിഞ്ഞൊക്കെ വയ്ക്കണം. ഞാൻ കൊടുത്തത് തിന്നണ കാണുമ്പോ എനിക്ക് നല്ല സ്വസ്ഥത വരുന്നുണ്ട്. ഞാൻ കൊടുത്തത് തിന്നുമ്പോ ചേട്ടന്മാർ തന്നെ ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. എവിടേക്കാ നീ വരുന്നുണ്ടോ സൈക്കിളിൽ? ക്ഷീണിച്ച എത്ര കിലോമീറ്റർ ആവും? 6-7 കിലോമീറ്റർ ഉണ്ടെന്ന് തന്നെ. 6 or 7 kilometers. ഈ കാട് ഭരിക്കുന്നത് സ്ക്യൂറൽസ് ആണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഒന്ന് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതാണ്. ഈ കാട് മൊത്തം സ്ക്യൂറൽസ്. നല്ല ശുദ്ധമായ വായു ലഭിക്കുന്ന ഒരു നടത്തം. ആൾക്കാർ ഇതേ അവർ ഡോഗ്സിനൊക്കെ ആയിട്ടുള്ളൊരു വാക്കുണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഇറങ്ങും. നമുക്കാണെങ്കിൽ പീനട്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. കൂടുതലായിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോൾ പീനട്സിന്റെ പാക്കറ്റ്സ് അവിടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പീനട്സ് കൊടുത്ത് പോവാം. ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ സ്ക്യൂറൽസ്. നമ്മുടെ അടുത്തേക്ക് വരും, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൊതിയും. അത്രമാത്രം സ്ക്യൂറൽസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ ഭരിക്കുന്നത് സ്ക്യൂറൽസ് ആണെന്ന്. അപ്പോൾ ഇത് അണ്ണാമ്മരുടെ കാട് അല്ലേ? ചവിട്ട് ഇത് നല്ല നേച്ചറാണ് ഇവിടെ കേട്ടോ. അടിപൊളിയാണ്, നല്ല കാറ്റുണ്ട്. നമ്മുടെ ജീവിതയാത്രയിലും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തേണ്ടത് അല്ലേ? ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നത് ദേ ഈ ഒരു സമയമാണ്. സഞ്ചരിച്ച് ആകാശം തൊടുന്ന ഒരു സമയം, ഭൂമിയുടെ ഒരു അറ്റത്ത് എത്തിപ്പെട്ടു എന്ന് തോന്നിയ ഒരു ഫീൽ. ഇതൊരു പൈൻ ഫോറസ്റ്റ് ആണ്. നല്ല രസമുണ്ടല്ലേ? വലിയ വലിയ പൈൻ മരങ്ങളാണ്. പൈൻ കോൺസിന്റെ സീസൺ കഴിഞ്ഞാൽ ഇവിടെ ഫുൾ പൈൻ കോൺസ് ആയിരുന്നു അല്ലേ അമ്മ?
നമ്മൾ പല കഥകളിലും വായിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം തന്നെ, പലർക്കും അറിയാവുന്ന ഒരു കാര്യം. ജീവിതത്തിൽ ഹാപ്പിനെസ് എന്താണെന്നോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സിന് വേണ്ടി അലഞ്ഞു നടക്കുമ്പോഴോ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ളൊരു സന്തോഷം ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ചു പോരുന്നവരാണ് മിക്കവാറും പേര്. എന്നാൽ ഹാപ്പിനെസ് ജീവിതത്തിൽ കണ്ടെത്താനുള്ള ആ ഓട്ടത്തിനിടയിലെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിവെച്ചാൽ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്.